ആഫ്രിക്കൻ വൻകരയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള സോമാലിയ എന്ന രാജ്യത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. സോമാലിയൻ കടൽ കൊള്ളക്കാരെന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഈ രാജ്യത്തിന്റെ മാപ്പ് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഈ രാജ്യം ഇത്ര വലുതൊന്നുമല്ല. ഇതിന്റെ വടക്ക് ഭാഗം യഥാർത്ഥത്തിൽ സൊമാലിയയുമായി യാതൊരു ബന്ധവുമില്ല. സൊമാലി ലാൻഡ് എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. ഇവർക്ക് സ്വന്തമായി സൈന്യമുണ്ട്, കറൻസിയുണ്ട്, മറ്റു രാജ്യങ്ങളുമായി ബന്ധവുമുണ്ട്. എന്നാൽ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രം. എന്താണ് ഇതിന് കാരണമെന്ന് നമുക്ക് നോക്കാം. സോമാലിയ എന്നുള്ള ഈ രാജ്യത്തിന്റെ ഈ രണ്ട് വ്യത്യസ്ത പ്രദേശങ്ങൾ ഭരിച്ചിരുന്നത് രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളായിരുന്നു. രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളുടെ കോളനികളായിരുന്നു. സോമാലിലാൻഡ് എന്നറിയപ്പെടുന്ന വടക്ക് ഭാഗം ബ്രിട്ടന്റെ കോളനിയായിരുന്നു. തെക്ക് ഭാഗം സൊമാലിയ എന്നറിയപ്പെടുന്ന പ്രദേശം ഇറ്റലിയുടെയും ഭാഗമായിരുന്നു. 1960 ജൂൺ 26 ബ്രിട്ടൻ സൊമാലിലാൻഡ് വിട്ടുപോയി രാജ്യം സ്വതന്ത്രമായി. വൈകാതെ ജൂലൈ 11 ഇറ്റലിയും വിട്ടുപോയി സോമാലിയയും സ്വതന്ത്രമായി. വൈകാതെ ഇരുഭാഗവും ഒന്നിച്ച് ഒരൊറ്റ രാജ്യമായി സൊമാലിയയായി. എന്നാൽ 1969 മുതൽ ഇരു പ്രദേശങ്ങളും തമ്മിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചു. ഇത് വളരെ കാലം നീണ്ടുപോയി. വൈകാതെ 1991 സൊമാലിലാൻഡ് സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു സോമാലിയയിൽ നിന്നും. എന്നാൽ മറ്റു പല ലോകരാജ്യങ്ങളും ഇത് അംഗീകരിച്ചില്ല. ഇതിന് പ്രധാന കാരണം സോമാലിലാൻഡിന്റെ വേർപെടൽ ആദ്യം അംഗീകരിക്കേണ്ടത് ആഫ്രിക്കൻ നാഷൻസ് ആണ് എന്നുള്ളതാണ്. പല ആഫ്രിക്കൻ രാജ്യങ്ങളും സൊമാലിയ ഇതിനെ അംഗീകരിക്കാത്തത് കൊണ്ട് അംഗീകരിച്ചില്ല. അതിനാൽ രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളാണെങ്കിൽ പോലും ലോക ഭൂപടത്തിൽ സൊമാലിലാൻഡും സൊമാലിയയും ഒരുമിച്ച് കാണപ്പെടുന്നു.